ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 3 വേർഡ്സ് പെർ ഡേ ചലഞ്ച് എന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന 3 വൊക്കാബുലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആക്സീഡ് എന്നുള്ളതാണ്, രണ്ടാമത്തെ ആക്സലറേറ്റ് എന്നുള്ളതാണ്, മൂന്നാമത്തെ ആക്സെൻ്റ് എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ വൊക്കാബുലറി ആയിട്ടുള്ള ആക്സീഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്സീഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അക്സീഡ് ഇവിടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതൊരു വേർബാണിത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു എഗ്രി ടു എ റിക്വസ്റ്റ് ഓർ ഡിമാൻഡ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു റിക്വസ്റ്റിനോടോ അല്ലെങ്കിൽ ഡിമാൻഡിനോടോ നമ്മൾ എഗ്രി ചെയ്യുക, സമ്മതിക്കുക. റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഏതെങ്കിലും ആവശ്യങ്ങൾ, റിക്വസ്റ്റ് എന്നുള്ളത്, റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതും ഡിമാൻഡ് എന്നുള്ള അർത്ഥമാണ്. റിക്വസ്റ്റ് ചെയ്യാന്ന് കേട്ടില്ലേ? ടു എഗ്രി ടു എ റിക്വസ്റ്റ് ഓർ ഡിമാൻഡ്, അല്ലെങ്കിൽ ടു അസ്യൂം എൻ ഓഫീസ് ഓർ പൊസിഷൻ എന്ന് പറയും. രണ്ടാമത്തെ ടു അസ്യൂം എൻ ഓഫീസ് ഓർ പൊസിഷൻ. അസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ മീനിങ് ആണ് ടു അസ്യൂം എൻ ഓഫീസ് ഓർ പൊസിഷൻ. അസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തുടങ്ങുന്ന ആ ഒരു സംഭവത്തിനാണ് അസ്യൂം എന്ന് പറയുന്നത്. ടേക്ക് ഓൺ, ഇവിടെ റൈറ്റ് സൈഡിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തുടങ്ങുന്നതിനാണ് അസ്യൂം ഓഫീസ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു പദവി എന്നുള്ള അർത്ഥമാണ്. ടു അസ്യൂം എൻ ഓഫീസ് ഓഫ് പൊസിഷൻ, ഏതെങ്കിലും ഒരു പദവി ഏറ്റെടുക്കുക, ആ പദവിയിലെ ഉത്തരവാദിത്വം ചെയ്തു തുടങ്ങുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അക്സീഡ് എന്ന് പറയുന്ന വൊക്കാബുലറിയുടെ 2 ടൈപ്പ് ഓഫ് മീനിങ് ആണിത്. ഇനി മറ്റർത്ഥങ്ങളുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. AXCEDE, അക്സീഡ്. എഗ്രി ചെയ്യുക എന്നർത്ഥമുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതം കൊടുക്കുക, സമ്മതം മൂടുക. കൺസെൻറ്റ് അതുപോലെ തന്നെ അർത്ഥം. കംപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ എഗ്രി ചെയ്യുക എന്നൊക്കെയാണ്. അനുസരിക്കുക, ഏതെങ്കിലും ഒന്നിനോട് അനുഭാവം കാണിക്കുക, കംപ്ലൈ ചെയ്യുക. ഗ്രാൻഡ്, അലോ ചെയ്യുക. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ അലോ ചെയ്യുക എന്നുള്ളതാണ്. റിജക്റ്റ് ആൻറ്റോനിമാണ് അതിൻ്റെ അതിൻ്റെ വിപരീത പദമാണിത്, ആൻറ്റോനിം, റിജക്റ്റ് എന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ അർത്ഥങ്ങൾ അക്സീഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമുണ്ട്. അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 മീനിങ്സ് എന്ന് പറഞ്ഞാൽ ടു എഗ്രി ടു എ റിക്വസ്റ്റ് ഓർ ഡിമാൻഡ്, ഏതെങ്കിലും ഡിമാൻഡിനോടോ റിക്വസ്റ്റിനോടോ എഗ്രി ചെയ്യുക എന്നുള്ളത്. എഗ്രി ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ അതിൻ്റെ അർത്ഥം, സിമ്പിളായിട്ട്. ടു അസ്യൂം എൻ ഓഫീസ്, ഏതെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത്. ഇനി നമുക്ക് 2-3 സെൻറ്റൻസ് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻ, ഇവിടെ ഒരു വാക്ക് നമുക്ക് പഠിക്കാൻ കിട്ടും, ഡെലിബറേഷൻ എന്നുള്ളത്. ഡെലിബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെലിബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെലിബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണം, ഡിസ്കഷൻ, ഡിസ്കസ് ചെയ്യുക, ചർച്ച ചെയ്യുക, ഡിബേറ്റ് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, പോണ്ടർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂലങ്കഷമായി ചിന്തിക്കുന്നതിനാണ് പോണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പോണ്ടറിങ്, തോട്ട്, കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻ, ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ, അല്ലെങ്കിൽ ആഫ്റ്റർ മച്ച് ഡിബേറ്റ്, ആഫ്റ്റർ മച്ച് ടോക്ക്, കുറേ സംഭാഷണങ്ങൾക്ക് ശേഷം. The board decided to agree, എഗ്രി ചെയ്യാൻ തീരുമാനിച്ചു. To the new regulations proposed by the ഗവൺമെൻറ് നിർദ്ദേശിച്ച ചില റെഗുലേഷൻസ്, കൺട്രോൾസ്, ഏതോ പ്രത്യേക ചില കാര്യങ്ങളെക്കുറിച്ചുള്ള റെഗുലേഷൻസിനെ അംഗീകരിക്കുവാൻ, അല്ലെങ്കിൽ അത് എഗ്രി ചെയ്യുവാൻ, ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റ് അല്ല, ഗവൺമെൻറ്റിൻ്റെ ഡിമാൻഡ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയ ചില റെഗുലേഷൻസിനോട് സമ്മതിക്കുവാനും അല്ലെങ്കിൽ എഗ്രി ചെയ്യുവാനും ബോർഡ് തീരുമാനിച്ചു. ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻ, കുറേ ചർച്ചകളൊക്കെ ചെയ്തിട്ട്. ഡെലിബറേഷൻ ചർച്ച എന്നൊക്കെ ഉള്ളിടത്താണ് ഡെലിബറേഷൻ. അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡെലിബറേഷൻ എന്നുള്ളൊരു പുതിയ വാക്കുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഡെലിബറേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ച, ഡിസ്കഷൻ, ഡിബേറ്റ് എന്നൊക്കെയുള്ളതാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ, ഷീ വാസ് റിലക്റ്റൻറ്റ്. റിലക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എതിര് നിൽക്കുക, വിസമ്മതിക്കുക എന്നൊക്കെയാണ് റിലക്റ്റൻറ്റ്. ടു അക്സീഡ് ടു ഹെർ ഫ്രണ്ട്സ് റിക്വസ്റ്റ്. അക്സീഡ് ടു ഹെർ ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുടെ റിക്വസ്റ്റിനോട് എഗ്രി ചെയ്യാൻ വിസമ്മതിച്ചു. ബട്ട് ഈവൻച്വലി അഗ്രീഡ്. ഈവൻച്വലി എന്ന് വെച്ചാൽ ഫൈനലി, അവസാനം. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് ഡെലിബറേഷൻ എന്ന് പറഞ്ഞൊരു വൊക്കാബുലറി മനസ്സിലാക്കാം. പിന്നെ പ്രൊപ്പോസ്ഡ് എന്ന് നിർദ്ദേശിക്കാന്നൊക്കെ ഉണ്ട്. റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം മീനിങ് എന്താണ്? റെഗുലേഷൻ. റെഗുലേഷനിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് റൂൾസ്, ചട്ടങ്ങൾ, നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ എന്നൊക്കെയുള്ളതാണ് റെഗുലേഷൻസ്. റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക എന്നൊക്കെയുള്ളതാണ്. റെഗുലേഷൻ ഓഫ് പ്രൈസ്. The government has put a regulation on the price. ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ റെഗുലേഷൻ ഏർപ്പെടുത്തി, നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പം റെഗുലേഷൻ എന്നുള്ളതിൻ്റെ അർത്ഥം റൂള്, ഡയറക്റ്റീവ്, ഇതൊക്കെ പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള റെഗുലേഷൻ വരുന്നത്. അപ്പോൾ റെഗുലേഷൻ, ഡെലിബറേഷൻ, റെഗുലേഷൻ, പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ നിർദ്ദേശം. ഇവിടെ റിലക്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിര് നിൽക്കുക, വിസമ്മതിക്കുക എന്നൊക്കെയുള്ളതാണ്. റിലക്റ്റൻറ്റ്. അൺവില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാതിരിക്കുക, ഇഷ്ടപ്പെടാതിരിക്കുക. അൺഎന്തൂസിയാസ്റ്റിക്, ഡിസിൻക്ലൈൻഡ് എന്നൊക്കെ പറയാം. ഇൻക്ലിനേഷൻ കാണിക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് ചായ്വ് കാണിക്കുക. ഡിസിൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ചായ്വ് ഇല്ലാതിരിക്കുക എന്നൊക്കെ, ഇഷ്ടമില്ലാതിരിക്കുക, അനിഷ്ടം പ്രകടിപ്പിക്കാൻ എന്നൊക്കെ റിലക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ. സോ ഷീ വാസ് റിലക്റ്റൻറ്റ് ടു അക്സീഡ് ടു ഹെർ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ബട്ട് ഈവൻച്വലി പറഞ്ഞാൽ ഫൈനലി, അവസാനം എന്നൊക്കെയുള്ളതാണ് ഈവൻച്വലി. ഫൈനലി, അൾട്ടിമേറ്റ്ലി, അവസാനം അവൾ സമ്മതിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അക്സീഡ് ടു ഹെർ ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്നുള്ളതാണ്. ആദ്യത്തെ അക്സീഡ് ടു ദ ന്യൂ റെഗുലേഷൻസ്. മൂന്നാമത്തെ എക്സാമ്പിൾ, ദ പ്രിൻസ് വിൽ അക്സീഡ് ടു ദ ത്രോൺ ഫോളോയിങ് ദ കിങ്സ് അബ്ഡിക്കേഷൻ. അക്സീഡ് ടു ദ ത്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സീഡ് നമ്മളിവിടെ പറയുന്ന മീനിങ്ങിൽ രണ്ടാമത്തെ, അസ്യൂം ആൻ ഓഫീസ് ഓഫ് പൊസിഷൻ, ഏതെങ്കിലും ഒരു പദവി ഏറ്റെടുക്കുക. ദ പ്രിൻസ്, രാജകുമാരൻ, വിൽ അക്സീഡ് ടു ദ ത്രോൺ ഫോളോയിങ് ദ കിങ്സ് അബ്ഡിക്കേഷൻ. രാജാവ് സ്വമേധയാ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പദവിയിൽ നിന്ന് മാറുകയോ ചെയ്തതിന് ശേഷം രാജകുമാരൻ ആ പദവിയിലേക്ക് വരാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ എഗ്രി ചെയ്തു. ദ പ്രിൻസ് വിൽ അക്സീഡ് ടു ദ ത്രോൺ, ദ പ്രിൻസ് വിൽ അസ്യൂം എൻ ഓഫീസ് എന്നുള്ള അർത്ഥമാണത്. ദ ന്യൂ പ്രൈം മിനിസ്റ്റർ വിൽ അക്സീഡ് ഫോളോയിങ്, അല്ലെങ്കിൽ ദ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വിൽ അക്സീഡ് ടു ദി PM's chair after the latter's resignation. latter's നല്ല പ്രൈം മിനിസ്റ്ററിൻ്റെ റെസിഗ്നേഷന് ശേഷം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആ പദവിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആ പദവി ഏറ്റെടുക്കും എന്നൊക്കെയുള്ള അർത്ഥമാണ്. അക്സീഡ് ടു ദ ത്രോൺ, അക്സീഡ് ടു ദ PM's chair എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ വൊക്കാബുലറി, അക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അക്സീഡ്, ഇവിടെ പ്രൊനൗൺസിയേഷൻ നോക്കി കഴിഞ്ഞാൽ അക്സീഡ് എന്നാണ്. അസീഡ് എന്നല്ല, ചിലക്ക് അസീഡ് എന്ന് പറയും. അക്സീഡ്, അക്സീഡ്, CED, സീഡ്, അക്സീഡ്. രണ്ടാമത്തെ വേർഡ് നമുക്ക് പൊതുവെ കേട്ടിട്ടുള്ളതാണ് ആക്സിലറേറ്റ് എന്ന് പറയും. ആക്സിലറേറ്റ്, ഇവിടെ പ്രൊനൗൺസിയേഷൻ നോക്കിയാൽ സെലറേറ്റ് എന്നാണ്. അക്സി അല്ല, ആക്സിലറേറ്റ്. അതൊരു വെർബാണ്. ആക്സിലറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം, സ്പീഡ് പൊതുവെ കൂട്ടുന്നതിനൊക്കെ ആക്സിലറേറ്റ് എന്ന് പറയാറുണ്ട്. ടു ഇൻക്രീസ് ഇൻ സ്പീഡ് ഓർ റേറ്റ്, ഏതിൻ്റെങ്കിലുമൊക്കെ സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ റേറ്റ് കൂട്ടുക. ഇൻക്രീസ് എന്നുള്ള അർത്ഥമാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആക്സിലറേറ്റ്, ACC, ആക്സിലറേറ്റ്, ACCELERATE. ആക്സിലറേറ്റ്, ഹേസ്റ്റൺ, ധൃതി വെക്കുക, ക്യുക്കൻ, പെട്ടെന്നാക്കുക, റഷ് ചെയ്യുക,
ഒക്കെയുള്ള ഗോ ഫാസ്റ്റർ, സ്പീഡപ്പ് എന്നാണ് ഇവിടെ അതിൻ്റെ കറക്റ്റ് ഉള്ളത്. സ്പീഡിങ് അപ്പ്. മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഒക്കെ ആക്സലറേറ്റർ എന്ന് കേട്ടിട്ടുണ്ട്. ആക്സലറേറ്റർ സ്പീഡ് കൂട്ടാനുള്ള ആ ഒരു മെക്കാനിസമാണ് ആക്സലറേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇൻക്രീസ് ഇൻ സ്പീഡ് ഓർ റേറ്റ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ടു കോസ് സംതിങ് ടു ഹാപ്പൻ സൂൺ ഓർ മോർ ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ ഏതെങ്കിലും സംഭവിക്കുന്നതാണ് ആക്സലറേറ്റ് എന്ന് പറയുന്നത്. ആക്സലറേറ്റ്. ഇവിടെ നമുക്ക് പറയാം സ്പീഡ്, ഗ്യാദർ സ്പീഡ്, പിക്കപ്പ് ദ പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന അർത്ഥമാണ്. പിക്കപ്പ് സ്പീഡ്, സ്റ്റെപ്പ് അപ്പ്, ഇൻക്രീസ് സ്പീഡ്, ഇതൊക്കെയാണ് ആക്സലറേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ദ ഡ്രൈവർ ബിഗാൻ ടു ആക്സലറേറ്റ് ആസ് ദി ട്രാഫിക് ലൈറ്റ് ടേൺ ഗ്രീൻ. ട്രാഫിക് ലൈറ്റ് പച്ചയായപ്പോഴത്തേക്ക് ഡ്രൈവർ വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ തുടങ്ങി. ആക്സലറേറ്റ്. ബിഗാൻ ടു ആക്സലറേറ്റ്, സ്പീഡ് കൂട്ടാൻ തുടങ്ങി. ബിഗാൻ, തുടങ്ങി എന്നുള്ളതാണ്. ടു ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം, സമയത്ത് പ്രോജക്റ്റ് തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ തീർക്കണമെങ്കിൽ വി നീഡ് ടു ആക്സലറേറ്റ് അവർ എഫേർട്സ്. നമ്മുടെ ശ്രമങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടണം. വി ഹാവ് ടു ആക്സലറേറ്റ് അവർ എഫേർട്ട്. വി ഹാവ് ടു ആക്സലറേറ്റ്, സ്പീഡ് അപ്പ് അവർ എഫേർട്സ് ഇൻ ഓർഡർ ടു ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. പ്രോജക്റ്റ് സമയോചിതമായിട്ട് തീർക്കുവാൻ നമുക്ക് നമ്മളുടെ എഫേർട്സിൻ്റെ സ്പീഡ് കൂട്ടണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ, ദ കമ്പനി എയിംസ് ടു ആക്സലറേറ്റ് ഇറ്റ്സ് ഗ്രോത്ത്. അതിന് വളർച്ച കൂട്ടാൻ ശ്രമിക്കുന്നു. ബൈ എക്സ്പാൻഡിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്സ്, പുതിയ വിപണിയിലേക്ക് കടന്നു ചെന്ന് കമ്പനിയുടെ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യാൻ, സ്പീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് ആക്കം കൂട്ടുവാൻ കമ്പനി ലക്ഷ്യമിടുന്നുള്ളത്. കമ്പനി എയിംസ് ടു ആക്സലറേറ്റ് ഇറ്റ്സ് ഗ്രോത്ത് ബൈ എക്സ്പാൻഡിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്സ്. അപ്പോൾ ഇതാണ് ആക്സലറേറ്റ് എന്നുള്ള വാക്കിൻ്റെ മീനിങ്സ്. അത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് എക്സാമ്പിൾസ് ആണ് അതാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ആക്സലറേറ്റ് എന്നുള്ളതാണ്. സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്, വേഗത കൂട്ടുക, ഏതിൻ്റെങ്കിലും വേഗത കൂട്ടുന്നതിനെ സ്പീഡിങ് അപ്പ് ദ എഫേർട്ട് ആൻഡ് സ്പീഡിങ് അപ്പ് ദ ഗ്രോത്തിന് ആക്കം കൂട്ടുക, അല്ലെങ്കിൽ എഫേർട്ടിന് ആക്കം കൂട്ടുക, വളർച്ചയ്ക്ക് ആക്കം കൂട്ടുക, അല്ലെങ്കിൽ വണ്ടിയുടെ വേഗത കൂട്ടുന്നതിന് ആക്സലറേറ്റ് എന്ന് പറയാം. അതാണ് രണ്ടാമത്തെ വൊക്കാബുലറി. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അക്സെൻ്റ് എന്നുള്ളതാണ്. ഇവിടെ പ്രൊനൗൺസിയേഷൻ നോക്കുക, അക്സെൻ്റ്. അതിനും വേർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അക്സെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിസ്റ്റിങ്ക്റ്റ് വേ ഓഫ് പ്രൊനൗൺസിങ് എ ലാംഗ്വേജ്. ഒരു ഭാഷ പ്രത്യേക രീതിയിൽ, നമ്മൾ ഇപ്പം ഇംഗ്ലീഷ് അക്സെൻ്റ്, ഓരോ ഭൂപ്രദേശത്തിലുള്ള ആൾക്കാരുടെ ഭാഷയുടെ അക്സെൻ്റ് വ്യത്യസ്തമായിരിക്കും. ലാംഗ്വേജ് സെയിം ആയിരിക്കും, പക്ഷേ അക്സെൻ്റ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അക്സെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ACCENT. അക്സെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് മീനിങ് ആണ് പ്രൊനൗൺസിയേഷൻ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റ് വാക്കുകൾ ഏതാണ്? പ്രൊനൗൺസിയേഷനാണ് ബേസിക് ആയിട്ടുള്ള അക്സെൻറ്റിൻ്റെ അർത്ഥം. ഇൻഫ്ലക്ഷൻ ഉണ്ട്, ഇൻടോണേഷൻ, എനൗൺസിയേഷൻ, റോൾ, ഇതൊക്കെ ഇച്ചിരി അഡ്വാൻസ് ആയിട്ടുള്ള അതിൻ്റെ സിനോണിംസ് ആണ്. ഓക്കെ, എന്നാലും എ ഡിസ്റ്റിങ്ക്റ്റ് വേ ഓഫ് പ്രൊനൗൺസിങ് എ ലാംഗ്വേജ്. ഇവിടെ പ്രൊനൗൺസിങ് അല്ല, നമ്മൾ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ പ്രൊനൗൺസിങ് ആണ് നമ്മൾ പ്രൊനൗൺസിയേഷൻ അല്ല, പ്രൊനൗൺസിയേഷൻ ആണ്. പ്രൊനൗൺസിയേഷൻ ആൻഡ് പ്രൊനൗൺസിങ് ഓഫ്റ്റൺ അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ റീജിയൻ ഓർ സോഷ്യൽ ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഷാ ശൈലിയാണ്. അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിനാണ് ആക്സെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ആക്സെൻ്റ്. അതേത് ഭാഷയിലുണ്ടാകാം. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും തൃശ്ശൂരുള്ള ആൾക്കാരുടെ അക്സെൻ്റ് വ്യത്യസ്തമായിരിക്കാം. മലബാറിലുള്ള ആൾക്കാരുടെ അക്സെൻ്റ്, ട്രിവാൻഡ്രം ഭാഗത്തുള്ള ആൾക്കാരുടെ അക്സെൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് അവർ സംസാരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള രീതിയാണ് ആക്സെൻ്റ് എന്ന് പറയുന്നത്. ഏത് ഭാഷയിലും അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ മീനിങ് പർട്ടിക്കുലർ എംബസിസ് ഓഫ് സ്ട്രെസ്. ഇവിടെ നമുക്ക് എംബസിസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് എംബസൈസ്.
എ പർട്ടിക്കുലർ എംബസിസ് ഓർ സ്ട്രെസ് ഓൺ എ സിലബിൾ ഓർ വേർഡ്. സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയുമായി ബന്ധപ്പെട്ട എന്താണ് അതിൻ്റെ അർത്ഥം? SYLLABLE, സിലബിൾ. സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡ്, സിലബിൾ ഓർ വേർഡ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അതിനെ എംബസൈസ് പറയുന്നതാണ്. എംബസൈസ് ചെയ്ത് എന്നാൽ ഇച്ചിരി നമ്മൾ അത് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ് ആക്സെന്റ് എന്ന് പറയുന്നത്. എ പർട്ടിക്കുലർ എംബസിസ്. സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? A unit of pronunciation having one vowel sound with or without surrounding consonants, forming the whole or part of a word. For example, there are 2 syllables in water and 3 in inferno. Third example, to emphasize or give prominence to something. അത് ഏതിനെങ്കിലും ഒരു പ്രത്യേകത കൊടുക്കുന്നതിനാണ്. പ്രോമിനൻസ് എന്ന ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് പ്രോമിനൻസ്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോമിനൻസ് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഡിസ്റ്റിങ്ഷൻ, എ പ്രോമിനന്റ് പേഴ്സൺ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സെലിബ്രിറ്റി, ഹീസ് എ പ്രോമിനന്റ് പേഴ്സൺ. അപ്പൊ ഏതെങ്കിലും ടു എംബസൈസ് ഓർ ഗിവ് പ്രോമിനൻസ്. ഗിവ് പ്രോമിനൻസ് പറഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ടു ഗിവ് പ്രോമിനൻസ് എന്നുള്ളത് ഏതെങ്കിലും ഒന്നിനെ പ്രാധാന്യം കൊടുക്കുന്നതിനാണ് ആക്സെന്റ് എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആക്സെന്റ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അന്നേരം നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും, ക്ലാരിറ്റി കിട്ടും. ഹർ ഫ്രഞ്ച് ആക്സെന്റ് വാസ് നോട്ടീസബിൾ. നോട്ടീസബിൾ എന്നാൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഈവൻ ദോ ഷീ സ്പോക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുമെങ്കിലും ഫ്രഞ്ച് ആക്സെന്റ്, ആ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനിടയിലും ആ ഫ്രഞ്ച് ആക്സെന്റ് വളരെ നോട്ടീസബിൾ ആണ്, ശ്രദ്ധിക്കപ്പെടുന്നതാണ്. നോട്ടീസബിൾ ആണ്, ശ്രദ്ധിക്കപ്പെടുന്ന. The accent on the first syllable of the word banana is important for proper pronunciation. First syllable of the word banana is important for proper pronunciation. The designer chose to accent. ഈ സിലബിൾ എന്നുള്ള വാക്കിൻ്റെ വേർഡിൻ്റെ മീനിങ് കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കേട്ടിട്ടുണ്ട് സിലബിൾ. അത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ അതിൻ്റെ അതൊരു ടെക്നിക്കൽ പാർട്ടാണ് സിലബിൾ എന്ന് പറയുന്നത്. അത് പിന്നീട് ഒരിക്കലും എന്തായാലും the designer chose to accent the room with the bright colorful accessories. അത് നമ്മൾ പറഞ്ഞത് എംബസൈസ് ഓർ ഗിവ് പ്രോമിനൻസ് ആണ്. ദ ഡിസൈനർ ചൂസ് ടു ആക്സെന്റ് എന്ന് പറഞ്ഞാൽ ചൂസ് ടു ഗിവ് പ്രോമിനൻസ് ടു. പുള്ളി ഡിസൈൻ ചെയ്യുന്ന റൂമിന് ബ്രൈറ്റ് ആയിട്ടുള്ള വിത്ത് ബ്രൈറ്റ് കളർഫുൾ ആക്സസറീസ്, അതിന് ഇമ്പോർട്ടൻസ്, റൂമിന് അതെല്ലാം വേണം എന്ന് ഉള്ളൊരു പ്രാധാന്യം കൊടുക്കാൻ ഡിസൈനർ തീരുമാനിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഗിവ് പ്രോമിനൻസ് അല്ല, ചൂസ് ടു ആക്സെന്റ്, ചൂസ് ടു ഗിവ് പ്രോമിനൻസ് എന്നുള്ളതാണ്. ദ ഡിസൈനർ ചൂസ് ടു ഗിവ് പ്രോമിനൻസ് ദ റൂം വിത്ത് ബ്രൈറ്റ് കളർഫുൾ ആക്സസറീസ്. റൂമിനകത്തിലെ ആക്സസറീസ്, റൂമിന് എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച്, അത് ബ്രൈറ്റായിട്ടും വളരെ കളർഫുള്ളായിട്ടുള്ള ആക്സസറീസ് ഒക്കെ വേണം എന്ന് അതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ആക്സെന്റ് എന്നുള്ള. ടു എംബസൈസ് ഓർ ഗിവ് പ്രോമിനൻസ് എന്നുള്ള അർത്ഥം വരുന്നതാണ് ഇവിടുത്തെ ആക്സെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ. സെക്കൻഡ് എക്സാമ്പിൾ, ദ ആക്സെന്റ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ആക്സെന്റ് എംബസിസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ ഓഫ് ദ വേർഡ് ബനാന ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ. ഫസ്റ്റ് സിലബിളിന് എംബസൈസ് കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബനാന എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷനെ സംബന്ധിച്ചെന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് എക്സാമ്പിൾ, her French accent was noticeable even though she spoke English fluently.
ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഫ്രഞ്ച് അക്സെൻറ്റ് വളരെ നോട്ടീസബിൾ ആയിരുന്നു. നോട്ടീസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്നത് നമുക്കുള്ള അർത്ഥമാണ്. നോട്ടീസബിൾ, നോട്ടീസ്, NOTICEABLE, ക്ലിയർ, വളരെ പ്രകടമാണ്, വിസിബിളാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഓബിയസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള, പെർസെപ്റ്റബിൾ, കോൺസ്പീക്കസ്, എവിഡൻ്റ് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. പ്രധാനമായിട്ട് ക്ലിയർ അല്ലെങ്കിൽ വിസിബിൾ എന്നൊക്കെയുള്ള അർത്ഥമാണ് നോട്ടീസബിൾ. അപ്പോൾ ഇതാണ് ഈ 3 വൊക്കാബുലറീസ് നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് അക്സീഡ് എന്ന് പറയുന്നതാണ്, രണ്ടാമത്തെ ആക്സലറേറ്റ്, മൂന്നാമത്തെ ആക്സെൻ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മീനിങ്സ് മനസ്സിലാക്കുക. എക്സാമ്പിൾ സെൻറ്റൻസ് ഉണ്ട്. അപ്പം എക്സാമ്പിൾ സെൻറ്റൻസിൽ നമുക്ക് ഈ വൊക്കാബുലറീസ് എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും ആക്സലറേറ്റ് എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണെങ്കിലും അക്സീഡും അക്സെൻറ്റും ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഇംഗ്ലീഷ് അക്സെൻറ്റ് അല്ലെങ്കിൽ അക്സെൻറ്റ് എന്നുള്ള ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് വരുന്ന അക്സെൻ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ മറ്റൊരർത്ഥം ടു ഗിവ് പ്രോമിനൻസ്, ഏതിനെങ്കിലും ഒരു പ്രോമിനൻസ് കൊടുക്കുക. ചൂസ് ടു അക്സെൻറ്റ് ദ റൂം വിത്ത് ബ്രൈറ്റ് കളർഫുൾ ആക്സസറീസ് ഉണ്ട്. അവിടെ എംഫസിസ് കൊടുക്കുക, പ്രോമിനൻസ് കൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 വാക്കുകൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അവരുടെ എക്സാമ്പിൾസ് മനസ്സിലാക്കുക. മീനിങ്സ് ഇപ്പം നമുക്ക് ഒരു വാക്കിന് ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ടാകാം. ഇംഗ്ലീഷിലെ ഒരു വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ടാകും. പലതലത്തിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചിലപ്പോൾ കോൺട്രാഡിക്ടറി തന്നെ ആയിരിക്കും, വൈരുദ്ധ്യങ്ങൾ തന്നെ ഉണ്ടാകാം അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്നാലും ബേസിക് ആയിട്ടുള്ള ചില 1, 2, 3 അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വാക്കുകൾ, അവയുടെ എക്സാമ്പിൾസ് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മറ്റ് 3 വാക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ നൈറ്റ്.